നമസ്തേ, ജനം ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. വോട്ടെടുപ്പ് ദിനത്തിൽ CPM-ൽ ബോംബിട്ട് EP ജയരാജൻ. ആത്മകഥയിൽ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും രൂക്ഷ വിമർശനം. അൻവറും സരിനും വയ്യാവേലികളെന്ന് EP, ഗുരുതര വെളിപ്പെടുത്തലുകളെന്ന് K. സുരേന്ദ്രൻ. കാലത്തിന്റെ കണക്ക് ചോദിക്കില്ലെന്ന് K. സുധാകരൻ. ആത്മകഥാ വിവാദത്തിൽ ഉരുണ്ട് കളിച്ച് EP ജയരാജൻ. തന്റെ പുസ്തകമല്ല, എഴുതി തീർന്നിട്ടുമില്ല. DC ബുക്സുമായി ഒരു കരാറുമില്ലെന്നും പ്രതികരണം. പുസ്തകം ഉടൻ വരുമെന്ന് DC ബുക്സ്. EP-യെ വിശ്വാസമെന്നും മാധ്യമങ്ങൾ ചമച്ച വാർത്തയെന്നും MV ഗോവിന്ദൻ. വയനാടും ചേലക്കരയും വിധി എഴുതുന്നു. രണ്ടിടത്തും ഉച്ചവരെ മികച്ച പോളിംഗ്. ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര. വിജയം ഉറപ്പെന്ന് NDA സ്ഥാനാർത്ഥികൾ. ജാർഖണ്ഡിൽ ആദ്യഘട്ടം പുരോഗമിക്കുന്നു. പീഡന പരാതിയിൽ SP സുജിത് ദാസിന് ആശ്വാസം. വീട്ടമ്മയുടെ പരാതിയിൽ കേസെടുക്കാനുള്ള ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതി. ഭക്തി നിർഭരമായി കൽപ്പാത്തി. രഥപ്രയാണത്തിന് തുടക്കം. ചടങ്ങിന് സാക്ഷിയായി സ്ഥാനാർത്ഥികളും. ദേവരഥ സംഗമം മറ്റന്നാൾ. എരുമേലിയിൽ വൻ പ്രതിസന്ധി. മണ്ഡലകാല തയ്യാറെടുപ്പുകൾ അമ്പേ പാളി. 250ഓളം ശൗചാലയങ്ങൾ ലേലത്തിൽ പോയില്ല. വില ഏകീകരണത്തിലെ പാളിച്ച തിരിച്ചടി. ജനം ക്യാമ്പയിൻ കഠിനമെന്തയ്യപ്പ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മൂന്നാം T20 ഇന്ന്. ഇരു ടീമുകൾക്കും നിർണായകം. മത്സരം രാത്രി 8:30 മുതൽ സെഞ്ചുറിയനിൽ. വാർത്തകൾ വിശദമായി. വോട്ടെടുപ്പ് ദിനത്തിൽ രാഷ്ട്രീയ ബോംബുമായി EP ജയരാജൻ. ജയരാജന്റെ ആത്മകഥയിൽ പിണറായി സർക്കാരിനും CPM നേതൃത്വത്തിനുമെതിരെ കടുത്ത വിമർശനം. രണ്ടാം പിണറായി സർക്കാർ ദുർബലം. ദേശാഭിമാനിക്കായി ബോണ്ട് വാങ്ങിയത് പാർട്ടിയുമായി ആലോചിച്ച്. സ്ഥാനങ്ങൾക്ക് വേണ്ടി പാർട്ടിയിൽ വരുന്നവർ വയ്യാവേലിയാണ്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിൽ മാനസിക വിഷമം നേരിട്ടെന്നും ആത്മകഥയിൽ പരാമർശം. പല അപ്രിയ സത്യങ്ങളുടെയും തുറന്നു പറച്ചിലുകളുമായി EP ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടയും. ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം. DC ബുക്സിന്റെ ഫേസ്ബുക്ക് പേജിൽ കഴിഞ്ഞ ദിവസം വന്ന പോസ്റ്റിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു. ആത്മകഥയിലെ പരാമർശങ്ങൾ പുറത്തു വന്നതോടെ അപ്രിയ സത്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ ബോംബായി മാറി. രണ്ടാം പിണറായി സർക്കാർ ദുർബലമെന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടെന്നായിരുന്നു ഏറ്റവും വലിയ വിമർശനം. പാർട്ടിയും സർക്കാരും തെറ്റുകൾ തിരുത്തണം. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിൽ മാനസിക വിഷമം നേരിട്ടു. പാർട്ടി തന്നെ മനസ്സിലാക്കിയില്ലെന്നതാണ് പ്രയാസം. കേന്ദ്ര കമ്മിറ്റി അംഗമായ തനിക്കെതിരെ നടപടി സ്വീകരിച്ചത് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പാർട്ടി തീരുമാനം അണികൾക്കിടയിൽ തെറ്റിദ്ധാരണയ്ക്ക് കാരണമായി. സാന്റിയാഗോ മാർട്ടിൻ അടക്കമുള്ളവരിൽ നിന്നും ദേശാഭിമാനിക്ക് പരസ്യം വാങ്ങിയത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അനുമതിയോടെയാണ്. എന്നിട്ടും വിഭാഗീയതയുടെ ഭാഗമായി VS അച്യുതാനന്ദൻ ഇത് ആയുധമാക്കി. വൈദേകം റിസോർട്ട് വിവാദത്തിൽ P ജയരാജന്റെ പരാമർശവും വിഷമമുണ്ടാക്കി. അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയെക്കുറിച്ചും പറയണമെന്നാണ് EP ജയരാജൻ ആത്മകഥയിൽ ഉന്നയിക്കുന്നത്. സരിൻ മറുകണ്ഠം ചാടിയത് സ്ഥാനാർത്ഥി മോഹം നടക്കാഞ്ഞതിനാൽ. PV അൻവറിനെ പോലെ സരിനും വയ്യാവേലിയാകാനുള്ള സാധ്യതയുണ്ടെന്നും ജയരാജൻ ആത്മകഥയിൽ പറഞ്ഞു വയ്ക്കുന്നു. ജനം, തിരുവനന്തപുരം. പ്രചരിക്കുന്നത് വ്യാജ വാർത്തയെന്ന് EP ജയരാജൻ. ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആർക്കും അനുമതി നൽകിയിട്ടില്ല. DC ബുക്സുമായി ഒരു കരാറുമില്ല. സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കും. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വാർത്ത വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും EP ജയരാജൻ പറഞ്ഞു. എൻ്റെ ആത്മകഥ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ എഴുതിയിടത്തോളമുള്ള കാര്യങ്ങൾ അത് പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ്. ഇത് എഴുതിയിടത്തോളമുള്ള കാര്യം. ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല. ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് 10:30 അത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത്. തികച്ചും തെറ്റായിട്ടുള്ള നടപടി.
ഇന്ന് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരായി വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവം മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് ശക്തമായ നിയമ നടപടി സ്വീകരിക്കും. ഞാൻ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇനി ഏതായാലും എൻ്റെ പുസ്തകം താമസിയാതെ തന്നെ ഞാൻ പ്രസിദ്ധീകരിക്കും. ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ മാധ്യമങ്ങളെ പഴിക്കുകയാണ് CPIM. മാധ്യമങ്ങൾ പാർട്ടിക്കെതിരെ നടത്തുന്ന ഗൂഢാലോചനയാണിത്. ജയരാജൻ പറയുന്നത് വിശ്വസിക്കുന്നു. പാർട്ടി നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയാതെ MV ഗോവിന്ദൻ. രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ഈ മാധ്യമങ്ങളും ചില ആളുകളെല്ലാം ചേർന്ന് ഇതുപോലുള്ള നിരവധി വാർത്തകൾ പലപ്പോഴും ചമക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. പ്രകാശ് കാരാട്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന സഖാവ് പ്രകാശ് കാരാട്ട് തന്നെ ഈ കാര്യം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിതിൽ വേറെ ഒരു കാര്യവും പറയാനില്ല. കാരണം ആരെപ്പറ്റിയാണോ ആ പുസ്തകത്തെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്നെ അതിനിശ്ചിതമായിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ജയരാജൻ പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. ഇപിയുടെ ആത്മകഥ സംബന്ധിച്ച വാർത്ത തള്ളി CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. പുറത്തുവരുന്ന വാർത്ത അസംബന്ധം, തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് നടക്കുന്നത്. EP തന്നെ വാർത്ത നിഷേധിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാര്യവും എഴുതിയിട്ടില്ല, പ്രസിദ്ധീകരിച്ചിട്ടുമില്ലെന്നും പ്രകാശ് കാരാട്ട് ദില്ലിയിൽ പറഞ്ഞു. All this is false, and Comrade E.P. Jayarajan has denounced this as a falsehood. Nothing like that has been written. Nothing like that has been published. This is obviously a stunt keeping the by-elections in view. Nobody will be fooled by this. Will the party take action? അധികാര കൈമാറ്റം മരുമകനിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഇത് മനസ്സിലാക്കിയാണ് EP ജയരാജന്റെ തുറന്നു പറച്ചിൽ. പറഞ്ഞ കാര്യത്തിൽ EP ഉറച്ചു നിൽക്കണം. ചന്ദ്രശേഖരനെ പോലെ EPയെ കൈകാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. UDFനെ സഹായിക്കാനാണ് LDF സരിനെ നിർത്തിയതെന്നും K. സുരേന്ദ്രൻ പാലക്കാട്ട് പറഞ്ഞു. വലിയ രോഷം ആ പാർട്ടിക്കകത്ത് അലയടിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ EP ജയരാജൻ, G. സുധാകരൻ, AK. ബാലൻ, തോമസ് ഐസക്, MA ബേബി തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള നേതാക്കളെ മാറ്റി നിർത്തിയത് മുഹമ്മദ് റിയാസിലേക്കുള്ള അധികാര കൈമാറ്റത്തിന് വേണ്ടി മാത്രമാണ്. പിണറായിയും കുടുംബവും CPMനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്, ഈ സർക്കാരിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. മരുമകന് അധികാര കൈമാറ്റം നടത്താനുള്ള വ്യഗ്രതയിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ പ്രതിഫലനമാണ് EP പ്രസ്താവന തെളിയിക്കുന്നത്. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് EP ജയരാജൻ പറഞ്ഞത് തന്നെയാണ് ഇവിടുത്തെ എല്ലാ ഇടതുപക്ഷ അനുഭാവികളും പറയുന്നത്. ഒരു തത്വദീക്ഷതയുമില്ലാതെ പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ച് ഇവിടുത്തെ അർബൻ നക്സലുകളെയും തീവ്രവാദികളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെയാണ് LDF ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. EPയുടെ പ്രസ്താവന തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടുമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ. കൊടുത്തത് എപ്പോഴായാലും തിരിച്ചു കിട്ടും. പ്രസിദ്ധീകരണത്തെക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞത് നുണയാണ്. കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിന്റെ പക EPക്ക് ഇപ്പോഴുമുണ്ടെന്നും K. സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് തെരഞ്ഞെടുപ്പ് ദിവസം മുതിർന്ന നേതാവ് EP ജയരാജന്റെ ആത്മകഥ പുറത്തു വന്നത് കാലത്തിന്റെ കണക്ക് ചോദിക്കലാണ് എന്ന് CPMന്റെ നേതാക്കൾ മനസ്സിലാക്കണം. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ പ്രസിദ്ധീകരണം എൻ്റെ സമ്മതത്തോടെയല്ല, ഞാൻ അറിയില്ല. അതൊരു ശുദ്ധ അസംബന്ധമാണ്, കളവാണ്. പിന്നെ EPയുടെയും അതുപോലെ തന്നെ CPMന്റെയും വിശദീകരണം തന്നെ യുക്തിസഹമല്ല. രണ്ടും രണ്ടു വഴിക്കാണ്. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയതിനുള്ള പക EPക്ക് ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. EPയുടെ ആത്മകഥാ വിവാദത്തിൽ പ്രതികരിച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ആരാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന് EP വ്യക്തമാക്കണം. തെരഞ്ഞെടുപ്പ് ദിവസം EPയുടെ ബുക്ക് ചർച്ച ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരാണെന്നും MT രമേശ് ചോദിച്ചു. CPMന്റെ നേതാവ് ശ്രീ EP ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വിവാദം ഇന്ന് രാവിലെ മുതലേയുണ്ട്.
തൻ്റെ പുസ്തകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് EP ജയരാജനെ തള്ളിക്കളയുകയാണ്. അദ്ദേഹം പറയുന്നത് ഇതിന് വലിയ ഗൂഢാലോചനയുണ്ട് എന്നാണ്. അതുകൊണ്ട് ആരാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നത് എന്ന് വ്യക്തമാക്കാൻ EP ജയരാജന് ബാധ്യതയുണ്ട്. അദ്ദേഹം വ്യക്തമാക്കണം. EP ജയരാജൻ്റെ വാദമുഖങ്ങൾ ശരിയാണെങ്കിൽ കേരളത്തിൽ EP ജയരാജനായിട്ട് വലിയ ഗൂഢാലോചനയാണ്. അതിൽ DC ബുക്സ് ഉണ്ട്, അതിൽ CPM-ലെ ഒരു വിഭാഗമുണ്ട്, അതിൽ കോൺഗ്രസ് ഉണ്ട്, എല്ലാവരും ഉണ്ട് എന്നാണ് ജയരാജൻ പറയുന്നത്. അപ്പം ഇങ്ങനെ CPM-നകത്ത് തനിക്കെതിരായിട്ട് ആരാണ് ഗൂഢാലോചന നടത്തുന്നത് എന്ന് തുറന്നു പറയാൻ EP ജയരാജൻ തയ്യാറാക്കണം. EP ജയരാജൻ പറയാനുള്ളതെല്ലാം തുറന്നു പറയുന്ന ആളെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ജയരാജൻ പറയാത്ത കാര്യങ്ങൾ DC ബുക്സ് ചേർക്കുമെന്ന് കരുതുന്നില്ല. പാർട്ടിയുടെ സമ്മർദ്ദം വന്നാൽ ചിലപ്പോൾ ജയരാജൻ നിഷേധിച്ചു എന്ന് വരാം. പാർട്ടിക്ക് EP-യെ തള്ളിപ്പറയാൻ പറ്റില്ലെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കി. EP ജയരാജൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന വ്യക്തിയാണ്. അതൊരു പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയാണ്. DC ബുക്സാണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ജയരാജൻ പറയാത്ത ഒരു കാര്യവും അവരത് ചേർക്കും എന്നെനിക്കൊരു വിശ്വാസവും ഇല്ല. പിന്നെ പാർട്ടിയുടെ സമ്മർദ്ദം വന്നാൽ അദ്ദേഹം നിഷേധിച്ചുകൊണ്ടിരിക്കും. അത് പാർട്ടിയുടെ സമ്മർദ്ദം. ഇപ്പം മാത്രമല്ലല്ലോ ശ്രീ EP ജയരാജൻ നിഷേധിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം ഇതുപോലുള്ള സന്ദർഭം വന്നപ്പോഴൊക്കെ ശ്രീ ജയരാജൻ നിഷേധിച്ചു. എന്താ കാരണം? ആത്യന്തികമായ ഒരു പാർട്ടിക്കാരനാണ് അദ്ദേഹം. പാർട്ടിയിൽ നിന്നൊരു ഡയറക്ഷൻ കിട്ടിയാൽ അദ്ദേഹം അതങ്ങ് അംഗീകരിക്കും. അതിനെതിരായിട്ട് അദ്ദേഹത്തിന് പറയുന്ന ഒരു സ്വഭാവം ഇല്ല. അതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് നിഷേധക്കുറിപ്പ് വന്നു. എന്നാൽ ഈ പുസ്തകത്തിനകത്തെ സത്യം സത്യമായി നിൽക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നാടും കരയും വിധി എഴുതുന്നു. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിലും ശക്തമായ പോളിംഗ്. വയനാട്ടിൽ ഇതുവരെ 34.38% പേർ വോട്ട് രേഖപ്പെടുത്തി. ചേലക്കരയിലും പോളിംഗ് 41.87% പിന്നിട്ടു. വൈകിട്ട് 6 മണിവരെയാണ് പോളിംഗ്. പോളിംഗിന്റെ സമഗ്ര വിവരങ്ങളുമായി ചേലക്കരയിൽ നിന്ന് ആനന്ദ് പുത്തൂരും വയനാട് ചൂരൽമലയിൽ നിന്ന് അർജുൻ PS-ഉം ചേരുകയാണ്. ആദ്യം അർജുനിലേക്കാണ്. അർജുൻ, നാടാകെ തെരഞ്ഞെടുപ്പ് ആവേശം നടക്കുകയാണ്. പക്ഷേ വയനാടിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ചൂരൽമലയെ സംബന്ധിച്ച് അത്യധികം വേദനാജനകമായ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അവർ നേരിട്ട ദുരന്തത്തിൽ നിന്നും ആ വേദനയിൽ നിന്നുമൊക്കെ അവർ പുറത്തു വരുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് വയനാട്ടിലെ ഒരു സ്ഥിതി? പ്രത്യേകിച്ച് ചൂരൽമല നിവാസികൾ വോട്ട് രേഖപ്പെടുത്താൻ പൂർണ്ണമായും പോയി കഴിഞ്ഞോ? എന്താണ് വയനാട്ടിൻ്റെ സമഗ്ര ചിത്രം? നീലിമ 38% മുകളിലേക്ക് ഇപ്പോൾ പോളിംഗ് എത്തിയിട്ടുണ്ട്. ഭേദപ്പെട്ട പോളിംഗ് എന്ന് നമുക്ക് പറയാം. കനത്ത പോളിംഗ് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്നാൽ തന്നെ 38% കഴിഞ്ഞു. 40%ത്തിലേക്ക് പോളിംഗ് അടുക്കുന്ന ഈ ഒരു സമയമാണ് വയനാട്ടിലേത്. നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി തന്നെ വലിയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എന്തിനാ തന്നെയും രാവിലെ ചൂരൽമല മുണ്ടക്കൈ നിവാസികളിൽ ഒരു ചെറിയ കുറവുണ്ടായിരുന്നു, ക്യൂവിൽ ചെറിയ കുറവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ ഒരു നീണ്ട ക്യൂ തന്നെ മുണ്ടക്കൈ ചൂരൽമല വിഭാഗക്കാർ ഇവിടെ എത്തി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് ഇവിടെ വോട്ട് ചെയ്യുന്നത് ചൂരൽമല, അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം മേഖലകളിലെ ആളുകളാണ് ഈ ഒരു പ്രദേശത്ത് വോട്ട് ചെയ്യുന്നത്. ഒരു പള്ളിയിലാണ്, സെന്റ് ജോർജ് ചർച്ചിൽ പ്രത്യേകമായി തയ്യാറാക്കിയ വോട്ടിംഗ് കേന്ദ്രത്തിലാണ്, ബൂത്തിലാണ് ഇവർ ഈ ഒരു സമ്മതിദാന അവകാശം നിർവഹിക്കുന്നത്. അത്തരത്തിൽ നിരവധി പേർ ഇപ്പോഴും ക്യൂ നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നേരത്തെ തന്നെ നമ്മൾ ഇവരോടൊക്കെ പല അഭിപ്രായങ്ങളും ചോദിച്ചിരുന്നു, അവരുടെ സാഹചര്യമൊക്കെ ചോദിച്ചു. അപ്പോഴൊക്കെ അവർ പറയുന്നത് വലിയ വേദനയുണ്ട്, വലിയ വേദനയിലാണ് തങ്ങളുള്ളത്. പക്ഷേ തങ്ങളുടെ ഒരു സമ്മതിദാന അവകാശം അത് വിനിയോഗിക്കാൻ വേണ്ടിയാണ് തങ്ങൾ ഇവിടെ വന്നത്. മാത്രമല്ല ഇവിടെ വരുമ്പോൾ നിരവധി തങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടവരാണ്, തങ്ങളുടെ കുടുംബം, കൂട്ടുകാർ അവരെല്ലാം നഷ്ടപ്പെട്ടവരാണ് ഈ ക്യൂവിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത്. അപ്പോൾ തങ്ങൾ ഇവിടെ വരുമ്പോൾ പലരെയും കാണുന്നു, തങ്ങളുടെ കൂട്ടുകാരെ കാണുന്നു, അവർ പലരും ആ സൗഹൃദം പുലർത്തുന്നു. അത്തരത്തിൽ വലിയ ഒരു വികാര നിർഭരമായ
ദുരന്തപൂർണമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു ബൂത്തിൽ നിന്നും പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. നേരത്തെയും അത്തരത്തിലുള്ള നിരവധി ദൃശ്യങ്ങൾ നമ്മൾ പങ്കുവെച്ചാൽ ഇപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോരുത്തരും തങ്ങളുടെ സൗഹൃദങ്ങൾ പങ്കുവെക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് ഇവിടെ നിന്നും കാണുവാൻ സാധിക്കും. അത്തരത്തിൽ ഒരു വികാരനിർഭരമായ ഒരു കാഴ്ച തന്നെ നമുക്ക് ഇവിടെ നിന്നും കാണുവാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഇതൊരു രാഷ്ട്രീയപരമായിട്ട് ഈ ഒരു വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള ഒരു പരിഗണനയോ അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള ഒരു സഹായമോ ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഈ ഒരു രാഷ്ട്രീയ ആയുധമാക്കി അത് മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെയുണ്ട്. NDA ആരോപിക്കുന്നത് ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു വിവരം കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഫണ്ട് നൽകാത്തത് എന്നുള്ളതാണ്. കേരളത്തിൽ ഈ ഒരു ദുരന്തമുണ്ടായപ്പോൾ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ നേരിട്ട് എത്തുകയും ദുരന്തമുഖം നേരിട്ട് കാണുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ജോർജ് കുര്യൻ ഈ ദുരന്തമുണ്ടായപ്പോൾ തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ ഇവിടെ ക്യാമ്പ് ചെയ്യിപ്പിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് പ്രധാനമന്ത്രി കൃത്യമായി പറഞ്ഞതാണ്, നിങ്ങൾ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് തരൂ, പഠന റിപ്പോർട്ട് തരൂ, ഞാൻ നിങ്ങൾക്ക് പൈസ തരാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള തുക തരാം എന്നുള്ളത് പ്രധാനമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇതുവരെയായിട്ടും കേരള സർക്കാർ അത്തരത്തിലുള്ള ഒരു കണക്ക് ഇതുവരെയും കേന്ദ്രത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അവതരിപ്പിച്ച കണക്കാകട്ടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണക്കാവട്ടെ വലിയ രീതിയിൽ അതിൽ ഒരു മായം ചേർത്ത തരത്തിലുള്ള കണക്കാണ് എന്നുള്ളതാണ് NDAയുടെയും അതുപോലെ തന്നെ BJPയുടെ ആരോപണം. അതായത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ 70,000 രൂപയൊക്കെയാണ് ഇത്തരത്തിൽ ഇവർ കൊടുത്തിട്ടുള്ള എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ പറയുന്നത് കോടതിയിൽ സമർപ്പിച്ച കണക്ക് പറയുന്നത് അത് വരാനിരിക്കുന്ന കണക്ക് കൂടിയാണ്. അതായത് തങ്ങൾ ചെയ്യാൻ പോകുന്നതിന്റെ കൂടി കണക്കാണ് എന്നുള്ളതാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാൽ തന്നെയും ഇത്തരത്തിൽ വലിയൊരു തുക എങ്ങനെയാണ് ഒരു കേന്ദ്രത്തിന് അനുവദിക്കാൻ കഴിയുക? കൃത്യമായ തുക അല്ലെങ്കിൽ കൃത്യമായ കണക്ക് അവതരിപ്പിക്കാതെ കൃത്യമായ കണക്ക് കിട്ടാതെ എങ്ങനെയാണ് തങ്ങൾ തുക അനുവദിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ചോദിക്കുന്നത്. എന്തിനാൽ തന്നെയും ആളുകളൊക്കെ ഇവിടെ ക്യൂവിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞു വന്ന കിറ്റ് വിവാദം, അതായത് മേപ്പാടി പഞ്ചായത്ത് UDF ഭരിക്കുന്ന പഞ്ചായത്താണ്, അവിടെ നിന്നും നൽകിയ ഭക്ഷ്യക്കിറ്റ്, അതായത് ചൂരമല നിവാസികൾക്ക് നൽകിയ ഭക്ഷ്യക്കിറ്റിൽ ഒരു ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണ വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. അത് കഴിച്ചത് മൂലം 2 കുട്ടികൾ ആശുപത്രിയിലാകുന്ന ഒരു സാഹചര്യം, അഡ്മിറ്റ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് UDFന് വലിയ ഒരു തലവേദനയായിട്ടുണ്ട്, അല്ലെങ്കിൽ UDFന്റെ ക്യാമ്പിൽ വലിയ ഒരു നിരാശയായിട്ടുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ തിരുനെല്ലിയിൽ നിന്നും പിടിക്കപ്പെട്ട കിറ്റുകൾ, അതായത് ഈ വോട്ടർമാർക്ക് കൊടുക്കാനെന്ന് കരുതപ്പെടുന്ന കിറ്റുകൾ കണ്ടെത്തിയിരുന്നു. അതിൽ പ്രിയങ്കയുടെയും അതുപോലെ തന്നെ രാഹുലിന്റെയും സോണിയയുടെയും അടക്കം നിരവധി നേതാക്കളുടെ ചിത്രങ്ങൾ പതിച്ച കിറ്റാണ് അവിടെ നിന്നും പിടികൂടിയത്. 20ഓളം കിറ്റുകൾ പിടികൂടിയിരുന്നു. ഇതെല്ലാം വലിയ രീതിയിൽ തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നുള്ള അത്തരത്തിലുള്ള ഒരു ആശങ്ക UDF ക്യാമ്പിനുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയാകുമെന്ന ആശങ്കയാണുള്ളത്. മാത്രമല്ല ഇവരുടെ അർജുനാണ് വയനാട് മണ്ഡലത്തിന്റെ സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ ചേലക്കര മണ്ഡലത്തിലേക്ക് പോയാൽ അവിടെ അരുൺ പുത്തൂർ നമ്മോടൊപ്പം ചേരുകയാണ്. അരുൺ, ചേലക്കര മണ്ഡലം പാലക്കാട് കഴിഞ്ഞാൽ വലിയ രാഷ്ട്രീയ പോരാട്ടം. ആനന്ദ് പുത്തൂർ ചേരുകയാണ്. ആനന്ദ്, പാലക്കാട് കഴിഞ്ഞാൽ വലിയ രാഷ്ട്രീയ പോരാട്ടം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് ചേലക്കരയാണ്. ഈ ചേലക്കരയിൽ വലിയൊരു മാറ്റം പ്രതീക്ഷിക്കപ്പെടുകയാണ്. അവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റം പ്രകടമാകുന്ന ക്യാമ്പയിൻ രീതിയാണ് നമ്മൾ കണ്ടത്. ഉച്ചവരെയുള്ള ഒരു കണക്കെടുക്കുമ്പോൾ 42% എത്തിയിരിക്കുകയാണ് ചേലക്കരയിലെ പോളിംഗ്. ഒരു കനത്ത പോളിംഗ് എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ രാഷ്ട്രീയ വോട്ടുകൾ അവിടെ പോൾ ചെയ്യപ്പെടുകയാണ്. നിലവിലെ സാഹചര്യം എന്താണ്? തീർച്ചയായിട്ടും, അതായത് ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായാണ് ഏതാണ്ട് 1960 ശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിന്റെ എല്ലാ ആവേശവും ഇവിടുത്തെ പൊതുവെ ഉണ്ട്. കാരണം ഓരോ ദിവസം ഓരോ മണിക്കൂർ കഴിയുന്തോറും കൃത്യമായിട്ടുള്ള ഒരു വോട്ടിംഗ് പെർസെന്റേജിൽ വർധനവ് വരുന്ന ഒരു കാഴ്ചയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചേലക്കര LF സ്കൂളിലെ 69ാം ബൂത്തിലാണ്. ഇവിടെ ഇപ്പോഴും നമ്മൾ ഏതാണ്ട് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ വളരെ വലിയ ഒരു തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഉച്ചവരെ ആകുമ്പോഴേക്കും ഏതാണ്ട് 42% ഈ വോട്ടിംഗ് പെർസെന്റേജ് വർദ്ധിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചേലക്കരയിലെ സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ വന്നതോടുകൂടി തന്നെ ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരത്തിനായിരുന്നു മണ്ഡലത്തിൽ കളമൊരുങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ പുതിയ വോട്ടർമാരാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ കന്യോട്ടാണോ? അല്ലല്ല. എത്രാമത്തോട്ടം? ആരുടെ കന്യോട്ട്? എന്ത് തോന്നി ആദ്യമായിട്ട് വോട്ട് ചെയ്തപ്പോൾ? പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. സന്തോഷം തോന്നി? സന്തോഷമുണ്ട്. എത്രാമത്തോട്ടാണ്? എൻ്റെ ഒരു
40ാമത്തോട്ട്. മക്കളെ കൊണ്ടിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാ? അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നല്ല വ്യക്തി ഏതാ അത് ചെയ്തോ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ താല്പര്യത്തിനല്ല, അവരുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഏതാ നല്ലതെന്ന് തോന്നുന്നത് അത് ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതായത് ഇത് തന്നെയാണ് ഇവിടുത്തെ പൊതുവെയുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത്. വ്യക്തികളെ നോക്കിക്കൊണ്ട് വോട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ആളുകൾ എത്തിയിരിക്കുന്നു, നല്ല മികച്ച വ്യക്തികൾ. അപ്പോൾ ആ പഴയ സിദ്ധാന്തങ്ങളെല്ലാം മാറി പറയുന്ന ഒരു കാഴ്ച നമുക്ക് ചേലക്കരയിൽ നിന്ന് എന്തായാലും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേർസാക്ഷ്യം എന്ന് പറയുന്നത് ഈ ചേലക്കരയിൽ BJP വരുത്തിയിട്ടുള്ള ഒരു വളർച്ച തന്നെയാണ്. അതായത് 2011 തെരഞ്ഞെടുപ്പെടുത്ത് നമ്മൾ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേവലം 7500ഓളം വോട്ടുണ്ടായിരുന്ന BJP 2021 മാറുമ്പോൾ അത് 24,000-ലധികം വോട്ടായി വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 28,900 വോട്ടിലേക്ക് വർദ്ധിക്കുന്നു. ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് ഏതാണ്ട് 35,000 വോട്ടിലേക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ക്രമാനുഗതമായി പടിപടിയായിട്ടുള്ള ഒരു വോട്ട് വളർച്ചയാണ് BJP മണ്ഡലത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അത് തന്നെയാണ് BJP ഗവൺമെന്റ് പ്രധാനപ്പെട്ട ആത്മവിശ്വാസം എന്ന് പറയുന്നതും. 10,340ഓളം വോട്ടുകളാണ് ചേലക്കരയിൽ പുതുതായി ചേർത്തിട്ടുള്ളത്. ഈ വോട്ടുകൾ തന്നെയാണ് BJP പ്രതീക്ഷ വയ്ക്കുന്നതും കൂടുതലൊക്കെ. അതായത് ഏതാണ്ട് 7,000ഓളം വോട്ടുകളാണ് BJP ഈ മണ്ഡലത്തിൽ പുതുതായി ചേർത്തിരിക്കുന്നതെന്നാണ് BJP അവകാശപ്പെടുന്നത്. അതായത് BJP നേരിട്ട് ചേർത്തിട്ടുള്ള വോട്ടുകൾ. ഈ വോട്ടിൽ BJP കൃത്യമായിട്ടുള്ള ഒരു പ്രതീക്ഷയുണ്ട്. മാത്രമല്ല ഏതാണ്ട് 1000ഓളം കുടുംബങ്ങളാണ് കഴിഞ്ഞ 4-5 മാസങ്ങളായി ചേലക്കര മണ്ഡലത്തിൽ മാത്രം BJPയിലേക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത്. അതും BJPക്ക് പ്രതീക്ഷ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ചേലക്കരയിൽ മാത്രം ഏതാണ്ട് 100-ലധികം കുടുംബങ്ങൾ, അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഏതാണ്ട് 100ഓളം കുടുംബങ്ങളാണ് അത്തരത്തിൽ BJP അംഗത്വം എടുത്തിട്ടുള്ളത്. അതെ ആനന്ദ്, വലിയ രാഷ്ട്രീയ മാറ്റത്തിനായിരിക്കും ഒരുപക്ഷെ ചേലക്കര സാക്ഷ്യം വഹിക്കാൻ പോകുക. BJPയുടെ വോട്ട് വിഹിതത്തിൽ വലിയ വർധനവ് ഇത്തവണ പ്രതീക്ഷിക്കപ്പെടുകയാണ്. ആനന്ദ് പുത്തൂരാണ് സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാലക്കാട്ടെ ജനങ്ങൾ NDAയെ സമീപിക്കാൻ തുടങ്ങിയത് മാറ്റത്തിന്റെ സൂചനയാണെന്ന് പാലക്കാട് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. ഇടതുമുന്നണിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്ഥാനാർത്ഥിയാണ് P സരിനെന്ന് EP ജയരാജൻ പറഞ്ഞത് ശരിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ ഇല്ലെന്ന് കോൺഗ്രസിന്റെ പ്രചാരണം കണ്ടാൽ മനസ്സിലാകുമെന്നും കൃഷ്ണകുമാർ ചൂണ്ടിക്കാട്ടി. NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെ ഇപ്പോൾ പ്രചാരണമൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്, എന്ത് തോന്നുന്നു? ജനങ്ങൾ അവരുടെ പാലക്കാടത്തെ വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് NDA സമീപിക്കുക. അവർക്ക് വലിയ പ്രതീക്ഷയാണ്. NDA വന്നാൽ മാത്രമേ NDAയുടെ ഒരു ജനപ്രതിനിധി ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടാലേ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നുള്ളൂ. അവർക്ക് പ്രതീക്ഷ ഇപ്പോൾ NDAയിലാണ്. ഇപ്പോൾ ഞാൻ ഈ കോളനിയിൽ വന്നിരിക്കുന്നത് ഇതുപോലെയുള്ള അവർ നേരിടുന്ന ഒരു ആരോഗ്യ പ്രശ്നം സംബന്ധിച്ചിട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പ്രതീക്ഷ അതാണ്. പാലക്കാട്ടുകാർക്കൊരു വിശ്വാസമുണ്ട്, NDAയുടെ ഒരു ജനപ്രതിനിധി ഇത്തവണ തിരഞ്ഞെടുക്കപ്പെടും. ആ തിരഞ്ഞെടുക്കപ്പെട്ടാൽ കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുന്നുള്ളത്. 2 മുന്നണികളും ഇവിടെ പരാജയമാണ്. കാരണം ഇവിടെ MP രാജേഷ് 10 വർഷം MP ആയിരുന്ന ആളാണ്. പാലക്കാട് ജില്ലാ ആസ്ഥാനമായിട്ടുള്ള നഗരത്തിന് ഒരു വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഷാഫി പറമ്പിൽ 13 വർഷമായിട്ട് പാലക്കാടിൻ്റെ MLA ആണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ വികസനവും അദ്ദേഹം കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്ന വികസനത്തിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ നേരിൽ കണ്ടത്. ഇത്തരത്തിലാണ് മെഡിക്കൽ കോളേജ് ആയാലും, മോയൻ ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഡിജിറ്റലൈസേഷൻ ആയാലും, ടൗൺ ഹാളിൻ്റെ നവീകരണമായാലും എല്ലാം പാതി വഴിയില്ല. ഇതാണ് പാലക്കാട്ടുകാർ അനുഭവിക്കുന്ന ഗുരുതരമായിട്ടുള്ള വികസന പ്രശ്നങ്ങൾ. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഈ മുന്നണിക്കകത്ത് അസ്വാരസ്യങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഇപ്പോൾ EP ജയരാജൻ്റെതെന്ന് പറയുന്ന ഒരു ആത്മകഥയുടെ ചില ഭാഗങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് EP ജയരാജൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, പല സമയത്തും പാർട്ടി തൻ്റെ ഭാഗം കേൾക്കാൻ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ സരിനെ ഇങ്ങോട്ടേക്ക് സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാൻ പാടില്ലായിരുന്നു തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അല്ല, സരിൻ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, സരിനെ ഉൾക്കൊള്ളാൻ CPMൻ്റെ സാധാരണ പ്രവർത്തകർക്ക് കഴിയില്ല, പ്രാദേശികമായിട്ടുള്ള ആളുകൾക്ക് കഴിയില്ല. കാരണം രാത്രി 12 മണിവരെ മുഖ്യമന്ത്രിക്കെതിരായിട്ടും CPMനെതിരായിട്ടും ആക്രമണങ്ങൾ അഴിച്ചുവിട്ട ഒരാൾ ഒരു സുപ്രഭാതത്തിൽ അവരുടെ സ്തുതിപാഠകരായിട്ട് മാറിയാൽ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക? പാലക്കാട്ടത്തെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. CPMന് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. CPMൻ്റെ അടിത്തറ ഇളകുന്ന ഒരു നടപടിയാണ് സരിനെ സ്ഥാനാർത്ഥിയാക്കുക വഴി സ്വീകരിച്ചിട്ടുള്ളത്. EP ജയരാജൻ പറഞ്ഞത് CPMൻ്റെ സാധാരണ പ്രവർത്തകരുടെ വികാരം. അദ്ദേഹം പറഞ്ഞ 100% കറക്റ്റാണ്. ഈ തുടക്കത്തിൽ കോൺഗ്രസിലായിരുന്നു, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിനെ വലിയ രീതിയിൽ ബാധിച്ചു. ആ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നു, വിഭാഗീയത രൂക്ഷമായി. അതിപ്പോൾ CPMലേക്കും എത്തി നിൽക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് എത്തിയതില്ല. 2 മുന്നണികളിലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അസ്വാരസ്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ DCC നേതൃത്വവും കോൺഗ്രസിൻ്റെ പ്രാദേശികമായിട്ടുള്ള നേതാക്കളും പ്രവർത്തകരെ അംഗീകരിക്കുന്നില്ല. സ്പോൺസേഡ് സ്ഥാനാർത്ഥിയായിട്ടാണ് അവരിപ്പോഴും കാണുന്നത്. നിങ്ങൾ അവരുടെ പ്രവർത്തകരുടെ കൂടെയുള്ള പ്രവർത്തകരെ നോക്കും, പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകരില്ല, നിഷ്ക്രിയമാണ് അവർ.
അത് CPM-നകത്തും ഇതേ പ്രശ്നമാണ്. CPM-ൻ്റെ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകർ സരിനെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം ഈ രണ്ട് ഘടകങ്ങളും BJP-യുടെ വിജയപ്രതീക്ഷ ഉറപ്പിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഭൂരിപക്ഷം എത്രയാണെന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇനി നോക്കേണ്ടത്. അതായത് ജനകീയ പ്രശ്നങ്ങളിൽ ഇരു മുന്നണികളും ഇടപെടുന്നില്ല എന്നുള്ളതൊന്ന്, മറ്റൊന്ന് ഇവർക്കിടയിലെ വിഭാഗീയത. ജനകീയ വിഷയങ്ങളും പാലക്കാടിൻ്റെ വികസന പ്രശ്നങ്ങളും ഇവർക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പാലക്കാടുകാരുടെ മുമ്പിൽ വലിയ തെളിവാണ്. BJP ഭരിക്കുന്ന നഗരസഭ, ആ നഗരസഭയിൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടു, അമൃത് പദ്ധതി വന്നു, അങ്ങനെ നിരവധി നേട്ടങ്ങൾ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. മോദി സർക്കാർ കൊണ്ടുവന്ന നേട്ടങ്ങൾ. ഒപ്പം രണ്ട് മുന്നണികളുടെ ഉള്ളിലുള്ള ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ. ഇതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വിജയപ്രതീക്ഷ. ഇനിയിപ്പോൾ എങ്ങോട്ടാ യാത്ര? ഇന്നത്തെ ഷെഡ്യൂൾ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ 1ാം തേരാണ്. BJP-യെ സംബന്ധിച്ചോളം ഇന്ന് യഥാർത്ഥത്തിൽ വോട്ടെടുപ്പ് നടക്കേണ്ട ദിനമായിരുന്നു. ആ വോട്ടെടുപ്പ് ഇന്ന് മാറ്റിയത് ഞങ്ങളുടെ ഇടപെടൽ മൂലം. അപ്പോൾ ഞങ്ങൾക്ക് ഇരട്ടി മധുരമാണ് കൽപ്പാത്തി രഥോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അതെ, എന്തായാലും തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് C. കൃഷ്ണകുമാർ ഉള്ളത്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുമുണ്ട്. പാലക്കാട് നിന്ന് ക്യാമറമാൻ സനലിനൊപ്പം ഗൂഗിൾ K. വേണുഗോപാൽ, ജനം. വോട്ടർമാർ വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ 41 വർഷം മുമ്പ് രാജ്യത്ത് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ച കാര്യം ഓർക്കാതിരിക്കാനാവില്ല. എറണാകുളം ജില്ലയിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലെ 80 ബൂത്തുകളിലായാണ് ആ പരീക്ഷണം നടത്തിയത്. ഏറെ ആശങ്കയോടെയാണ് EVM-നെ സമീപിച്ചതെന്ന് അന്നത്തെ BJP സ്ഥാനാർത്ഥിയായ S. ദിവാകരൻ പിള്ള പറയുന്നു. 1982 എറണാകുളം ജില്ലയിലെ പറവൂർ നിയമസഭാ മണ്ഡലമാണ് രാജ്യത്ത് ആദ്യമായി വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുത്തത്. മണ്ഡലത്തിന്റെ വലിപ്പക്കുറവും സമാധാനപരമായ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രവും ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മണ്ഡലം തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ EVM-ന്റെ ആദ്യ ഉപയോഗം തന്നെ വിവാദത്തിലായിരുന്നു. റീപോളിംഗിലും നിയമ ഇടപെടലിലുമാണ് ആ കൊല്ലം തെരഞ്ഞെടുപ്പ് അവസാനിച്ചതെന്ന് അന്നത്തെ BJP സ്ഥാനാർത്ഥിയായ S. ദിവാകരൻ പിള്ള ഓർത്തെടുക്കുന്നു. BJP തുടങ്ങിയപ്പോൾ ആദ്യമായിട്ടുണ്ടായ തെരഞ്ഞെടുപ്പാണ്. BJP-യുടെ തന്നെ എറണാകുളം ജില്ലയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ. ആ കാലത്ത് തന്നെ ഞാൻ പറവൂർ മുനിസിപ്പൽ കൗൺസിലിലും മെമ്പറായിരുന്നു. പറവൂരിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ആയിരുന്നു. ആ സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് വന്നത്. എല്ലാവരും കൂടി എന്നെ സ്ഥാനാർത്ഥിയാക്കി. വളരെ വലിയ വാശിയേറിയ തെരഞ്ഞെടുപ്പാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം പിന്നെ ഭാരതത്തിലെ ഏറ്റവും ആദ്യം ഇലക്ട്രോണിക് യന്ത്രം വച്ച സ്ഥലവും പറവൂരാണ്. 50 ബൂത്തുകളിലാണ് ഇലക്ട്രോണിക് യന്ത്രം വെച്ചത്. നിരവധി ബോധവൽക്കരണ പരിപാടികൾക്ക് ശേഷമാണ് ഇത്തരമൊരു പരീക്ഷണം നടത്താൻ സ്ഥാനാർത്ഥികൾ തയ്യാറായത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ CPI സ്ഥാനാർത്ഥി വിജയിച്ചെങ്കിലും അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല. ഇതിനകത്ത് എനിക്ക് എതിരായിട്ടുള്ള ആളുകൾ UDF-ന്റെ AC ജോസും LDF-ന്റെ N. ശിവൻപിള്ളയുമായിരുന്നു. സഖാവ് N. ശിവൻപിള്ളയായിരുന്നു. BJP-യുടെ ഞാനും KG മാരാർ, O. രാജഗോപാലൊക്കെ അന്ന് ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കാനായിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇലക്ട്രോണിക് യന്ത്രത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക് യന്ത്രം കൊണ്ടുവന്ന ആളുകൾ തന്നെ അതിനെ ചോദ്യം ചെയ്തു. കോൺഗ്രസ്സുകാരാണ് അത് ഇലക്ട്രോണിക് യന്ത്രം കൊണ്ടുവന്നത്. അവർ തന്നെ അതിനെ ചോദ്യം ചെയ്തു. അങ്ങനെ അത് കോടതിയിലായി. സുപ്രീം കോടതിയിൽ അതിന് നിയമം ഉണ്ടാക്കിയിട്ടില്ല. അതാണ് കാര്യം. അതിന് പ്രത്യേകിച്ച് നിയമം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് അത് റദ്ദാക്കി. വർഷങ്ങൾക്കിപ്പുറം തെരഞ്ഞെടുപ്പുകളിൽ EVM വ്യാപകമാകുമ്പോൾ ആദ്യമായി വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചതിന്റെ ക്രെഡിറ്റ് പറവൂരിന് മാത്രം സ്വന്തമെന്ന ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിലെ BJP സ്ഥാനാർത്ഥികളിൽ ഒരാളായ ദിവാകരൻ പിള്ള പറയുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിക്കുകയും കൊടിയ മർദ്ദനം നേരിടുകയും ചെയ്യേണ്ടി വന്ന ദിവാകരൻ പിള്ള ഇപ്പോഴും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ജനം, കൊച്ചി. ഝാർഖണ്ഡ് വിധിയെഴുതുന്നു. ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ്. രാവിലെ 11 മണിവരെ 29.31% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 43 നിയമസഭാ സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ മത്സരം. 5 സംസ്ഥാന മന്ത്രിമാരടക്കം മൊത്തം 683 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് 38 മണ്ഡലങ്ങളിൽ ഈ മാസം 20-ന് നടക്കും.
ബീഹാറിൽ 12,000 കോടിയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദർഭംഗ എയിംസ്, റെയിൽവേ പദ്ധതികൾ, ജനൌഷധി കേന്ദ്രങ്ങൾ ഉൾപ്പെടെയാണ് പുതിയ പദ്ധതി. 1264 കോടി രൂപയാണ് ദർഭംഗ എയിംസ് പദ്ധതിയുടെ ചെലവ്. 187 ഏക്കർ ഭൂമിയിലാണ് പദ്ധതി വരുന്നത്. ബീഹാറിലെ രണ്ടാമത്തെ എയിംസ് ആണ് ദർഭംഗയിലേത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 75,000 പുതിയ മെഡിക്കൽ സ്റ്റോറുകൾ മെഡിക്കൽ സീറ്റുകൾ കൂട്ടിച്ചേർക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. साथियों, आज बिहार समेत पूरा देश विकास के बड़े बड़े लक्ष्यों को पूरा होते देख रहा है. जिन सुविधाओं, परियोजनाओं की पहले सिर्फ चर्चा होती थी, आज वो वास्तविकता बनकर जमीन पर उतर रही है. और सबसे बड़ी बात, दरभंगा में एम्स का सपना साकार होने की तरफ एक बड़ा कदम उठाया गया है. दरभंगा एम्स के निर्माण से बिहार के स्वास्थ्य क्षेत्र में बहुत बड़ा परिवर्तन आएगा. സസ്പെൻഷൻ നടപടിക്കെതിരെ എൻ പ്രശാന്ത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചേക്കും. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഉന്നത IPS ഉദ്യോഗസ്ഥരുമായി പ്രശാന്ത് ആശയവിനിമയം നടത്തി. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, പ്രശാന്തിന്റെ അടുത്ത നടപടികൾ എന്തെല്ലാമാണ്? നീലിമ, ഈ IAS തലപ്പത്തെ തർക്കം അത് പിന്നീട് പരസ്യമായ വിഴുപ്പലിലേക്ക് നീങ്ങി. എൻ പ്രശാന്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ജയതിലകത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളും പരിഹാസവും അധിക്ഷേപവും ഒക്കെയായി ഫേസ്ബുക്ക് പോസ്റ്റുകളുമായി രംഗത്തെത്തി. ഒടുവിൽ സർക്കാർ സസ്പെൻഡ് ചെയ്ത നടപടിയിലും പ്രശാന്ത് അതിനെതിരെ നീങ്ങാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ ഇതുമായി പരാതിയുമായി സമീപിക്കാനാണ് പ്രശാന്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. ഒപ്പം മുതിർന്ന IAS ഉദ്യോഗസ്ഥർ, നേരത്തെ നമ്മൾ ഈ തർക്കങ്ങൾ എന്ന് പറയുമ്പോൾ 2 ചേരികളുണ്ട് IAS തലപ്പത്ത് എന്നുള്ളത് വ്യക്തമാണ്. അതിൽ ഒരു ചേരിയായ പ്രശാന്തിനൊപ്പമാണ്. നേരത്തെ ഈ പല വിവാദങ്ങളിലും അല്ലെങ്കിൽ പല ആരോപണങ്ങളിലും ഒക്കെ പ്രശാന്തിനൊപ്പം ചേർന്ന് നിന്ന IAS ലോബിയുടെ പിന്തുണയും പ്രശാന്തിന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ കൂടി ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കാനുള്ള പ്രശാന്ത് ആ രീതിയിലുള്ള ഒരു നീക്കം നടത്തുന്നത്. ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാരിന്റെ സസ്പെൻഷൻ നടപടി അത് നേരിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിലെടുത്തിരിക്കുന്ന ഒരു നയങ്ങൾ തെറ്റാണ് എന്ന രീതിയിലേക്ക് പ്രശാന്ത് നിലപാട് സ്വീകരിക്കുന്നുണ്ട്. കാരണം പ്രശാന്ത് ആദ്യഘട്ടത്തിൽ മുതൽ പറയുന്നതുണ്ട്, IAS ഉദ്യോഗസ്ഥർക്കെതിരെ സംസാരിക്കുന്നതിൽ നിയമപരമായ പ്രശ്നങ്ങളില്ല, സർക്കാരിനും സർക്കാരിന്റെ നയങ്ങളും ചോദ്യം ചെയ്യുമ്പോഴാണ് നിയമപരമായ IAS ഉദ്യോഗസ്ഥർക്ക് ഈ കോഡ് ഓഫ് കണ്ടക്ടിന്റെ അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു പരാമർശമോ ഇടപെടലോ തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നടപടി തെറ്റാണ് എന്നുള്ളതാണ് പ്രശാന്തിന്റെ നിലപാട്. എന്തായാലും ഇതേ കാര്യങ്ങൾ തന്നെയായിരിക്കും പ്രശാന്ത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലും ഈ പരാതിയായി നൽകുക, അല്ലെങ്കിൽ അവിടെ നൽകുന്ന അപേക്ഷയിലും പറയുക. നീലിമ, ശരി. സസ്പെൻഷൻ നടപടിക്കെതിരെ എൻ പ്രശാന്ത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചേക്കും. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഉന്നത IPS ഉദ്യോഗസ്ഥരുമായി പ്രശാന്ത് ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. വിവരങ്ങളാണ് പ്രജിത് മോഹനൻ നൽകിയത്. സംസ്ഥാന സ്കൂൾ കായികമേള സമാപന സമ്മേളനം അലങ്കോലപ്പെട്ടതിൽ അന്വേഷണം നടത്താൻ തീരുമാനം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് 3-അംഗ സമിതിയെ നിയോഗിച്ചു. മന്ത്രി V ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, സർക്കാർ ഇക്കാര്യത്തിൽ എന്താണ് പറയുന്നത്? എന്ത് നടപടിയാണ് സർക്കാർ ഇക്കാര്യത്തിൽ കൈക്കൊള്ളാൻ പോകുന്നത്? നീലിമ, നേരത്തെ തന്നെ 2 സ്കൂളുകൾക്ക്, ഒന്ന് കോതമംഗലം ബാർബേസിൽ, അതുപോലെ തന്നെ മറ്റൊരു സ്കൂളിനുമെതിരെയാണ്, തിരുനാവായ നാവാമുകുന്ദ സ്കൂളിനുമെതിരെയാണ് സർക്കാർ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചത്. V ശിവൻകുട്ടിയാണ്. പ്രത്യേകിച്ച് ഈ കായികമേളയുടെ സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താൻ ഈ 2 സ്കൂളുകളും ശ്രമിച്ചു എന്നുള്ളതായിരുന്നു മന്ത്രി പറഞ്ഞത്. അവരുടെ പരാതി കേൾക്കാം, അതിൽ പരിശോധന നടത്താം എന്ന് പറഞ്ഞിട്ടും അവർ ഈ രീതിയിൽ ഉള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയെന്ന രീതിയിൽ മന്ത്രി വിമർശനവും ഉയർത്തിയിരുന്നു. ഇപ്പോൾ അത് പരിശോധിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു സമിതിയെ തന്നെ നിയോഗിച്ചിരിക്കുകയാണ്.
നിലവിൽ 3-അംഗ സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി MA മീനാംബിക, ജോയിന്റ് സെക്രട്ടറി ബിജു കുമാർ, BTSAC RT ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് എന്നിവരാണ് സമിതി. ഇവർ 2 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2 സ്കൂളുകളും ഈ സമിതിക്ക് മുന്നിൽ വിശദീകരണം നൽകണമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അന്വേഷണത്തിനൊടുവിൽ എന്തായിരിക്കും നടപടി എടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ വ്യക്തതയില്ല. എന്തായാലും വിദ്യാഭ്യാസ നടപടി എന്തെന്ന് കാത്തിരിക്കാം. സംസ്ഥാന സ്കൂൾ കായികമേള സമാപന സമ്മേളനം അലങ്കോലപ്പെട്ടതിൽ അന്വേഷണം നടത്താൻ തീരുമാനമായിട്ടുണ്ട്. പ്രജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. കഠിനമെന്റെ അയ്യപ്പ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ശബരിമലയിലെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. 10,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് സൗകര്യമുണ്ടാകും. സ്പോട്ട് ബുക്കിംഗിന് പമ്പയിൽ മാത്രം 7 കൗണ്ടറുകൾ. 1500 ചെറിയ വണ്ടികൾക്ക് പമ്പയിൽ പാർക്ക് ചെയ്യാം. 18ാം പടിക്ക് മുകളിൽ മൊബൈൽ ഫോണിന് വിലക്കുണ്ടാകുമെന്നും PS പ്രശാന്ത് പറഞ്ഞു. വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത്ത് ചേരുകയാണ്. മണ്ഡലകാലം ആരംഭിക്കാൻ ഇനി 3 ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. ഇപ്പോൾ അവിടുത്തെ ഒരുക്കങ്ങളെക്കുറിച്ച്, തയ്യാറെടുപ്പുകളെക്കുറിച്ചാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തെല്ലാം സൗകര്യങ്ങളാണ് ഇത്തവണ ഉള്ളത്? നിലവ സൗകര്യങ്ങൾക്ക് പുറത്ത് ഈ 80,000 പേരെന്ന കടുംപിടുത്തത്തിൽ നിന്ന് ദേവസ്വം ബോർഡ് പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കാതലായ പ്രശ്നം. കാരണം 70,000 പേർക്ക് മാത്രമാണ് വിർച്വൽ ക്യൂ ഒരു ദിവസം അനുവദിക്കുക. 10,000 പേർക്ക് കൂടി സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നു. അങ്ങനെ ആകെ മൊത്തം 80,000 പേര് എന്നുള്ളൊരു ഉറച്ച നിലപാടിലേക്ക്, നിയന്ത്രണത്തിലേക്ക് ദേവസ്വം ബോർഡ് പോവുകയാണ്. ഹൈന്ദവ സംഘടനകൾ 1,00,000 പേരെ വരെ ഒരു ദിവസം അവിടെ പ്രവേശിപ്പിക്കാൻ കഴിയുമെന്ന് പറയുമ്പോഴാണ് ഈ ദേവസ്വം ബോർഡിന്റെ കടുംപിടുത്തം എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. എന്തായാലും 18 മണിക്കൂറാണ് ഇപ്പോൾ ഒരു ദിവസം ദർശനത്തിന് അനുവദിക്കുക. ഈ 80,000 പേർക്കും സുഗമമായ ദർശനം കിട്ടുമെന്നുള്ളതാണ് ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ പാർക്കിംഗ് പ്രശ്നത്തിന് പരിഹാരമായി കാണാൻ പമ്പയിൽ 1500 വണ്ടികൾ, ചെറിയ വണ്ടികൾ കൂടി പാർക്ക് ചെയ്യാൻ ഹൈക്കോടതിയുടെ അനുമതി വന്നിട്ടുണ്ട്. അത് ഭക്തർക്ക് ഒരു തരത്തിൽ പറഞ്ഞ ഒരു ആശ്വാസമാണ്. കാരണം ഈ പമ്പയിലെ പാർക്കിംഗ് എപ്പോഴും ശബരിമല തീർത്ഥാടന സമയത്തേക്ക് വലിയ ചർച്ചകളാകുന്ന പ്രശ്നമാണ്. എന്തായാലും 6 നടപ്പന്തലുകൾ കൂടി ഒരുക്കിയിട്ടുണ്ട്. അതിൽ 4,000 പേർക്ക് നിൽക്കാനാകും എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. പിന്നെ ശരംകുത്തിലെ വാട്ടർ ബോയിലിൽ അതിന്റെ ശേഷി ഉയർത്തിയിട്ടുണ്ട്. അരവണ ആവശ്യത്തിന് സ്റ്റോക്കുണ്ട് എന്ന് പറയുന്നു. ഭക്തർക്ക് അപകട ഇൻഷുറൻസായി 5 ലക്ഷം രൂപ നൽകാനുള്ള തീരുമാനം വന്നിട്ടുണ്ട്. മരക്കൂട്ടം മുതൽ ചന്ദ്രാനന്ദ റോഡ് വരെ 1,800 പേർക്ക് ഇരിക്കാൻ സ്റ്റീൽ കസേരകൾ, അങ്ങനെയുള്ള നയങ്ങളിലേക്ക് പോയിരിക്കണം. എന്തായാലും ഓൺലൈൻ ബുക്കിംഗ് പൂർണ്ണമായി വരുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 10,000 എന്ന സ്പോട്ട് ബുക്കിംഗ് അതൊരു ഭക്തർക്കൊരു ആശങ്കയാണ്. കാരണം പലപ്പോഴും ഭക്തർ കൂടുതലായി സ്പോട്ട് ബുക്കിങ്ങിന് എത്തുമെന്നുള്ളത് മുൻ വർഷങ്ങളിലെ അനുഭവമാണ്. ഈ വർഷവും അതുണ്ടാകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു. അപ്പോൾ ഈ 10,000 എന്നത് മതിയാകുമോ എന്നുള്ള ചോദ്യം. ശബരിമലയിലെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശബരിമല മണ്ഡലകാലത്തോടനുബന്ധിച്ച് തീർത്ഥാടകർക്ക് ആവശ്യ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വിലയിരുത്തുന്നതിനായി ഇടുക്കി തേനി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അന്തർ സംസ്ഥാന യോഗം ചേർന്നു. തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തജനങ്ങളുടെ സുരക്ഷ തമിഴ്നാട്, കേരള സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുമെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും കളക്ടർമാർ പറഞ്ഞു. സമയം തീർത്ഥാടകർ കൂടുതലായി എത്തുന്ന കുമളിയിലും സത്രത്തിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും. തേക്കടി രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ഇടുക്കി, തേനി ജില്ലയിലെ വിവിധ വകുപ്പ് മേധാവികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുല്ലുമേട് പ്രദേശത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ പ്രത്യേകം നിയോഗിക്കും. ഇതോടൊപ്പം കമ്പം, തേക്കടി റൂട്ടിൽ പെട്രോൾ ടീമിന്റെ സേവനവും ഉണ്ടാവും. ഈ വർഷം തിരക്ക് കൂടുന്ന സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ മാത്രം കമ്പമെട്ട് വഴി ബൈറൂട്ട് സംവിധാനം ഏർപ്പെടുത്താനാണ് തീരുമാനം. ഹരിതചട്ടം അനുസരിച്ചുള്ള തീർത്ഥാടനം പ്രോത്സാഹിപ്പിക്കുമെന്നും തേനി കളക്ടർ വ്യക്തമാക്കി. ശബരിമലയ്ക്ക് வரக்கூடிய பக்தர்களுடைய தேவைகள், அவர்களுக்கு செய்ய வேண்டிய தேவைகள் அனுசரித்து என்ன செய்யணும் அப்படிங்கிறத பற்றி விவாதிக்கப்பட்டது. இதில் கடந்த ஆண்டு எடுக்கப்பட்ட முடிவுகள், இந்த ஆண்டு புதியதாக எடுக்கப்பட்ட முடிவுகள் என்ன அப்படின்னு சொல்லிட்டு பார்த்தோன்னா, கடந்த ஆண்டு போலவே இந்த ஆண்டு வந்து ஒரு வழிப்பாதை வந்து கம்பம்மெட்டு வழியாக ஒரு வழிப்பாதை. ஸோ இது வந்து ரிட்டர்ன் வரும்பொழுது தேக்கடி வழியாக வருவாங்க. ஸோ அது இப்போது டிசம்பர் மாதம் குறிப்பாக ஒரு 25 தேதிக்கு மேலே தான் இந்த ஒரு வழிப்பாதை അമൽപ്പെടുത്തപ്പെടും. ഇടുക്കി ജില്ലയിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. കളക്ടറേറ്റിലും താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ സജ്ജീകരിച്ചു കഴിഞ്ഞു. എല്ലാ വകുപ്പുകളിലും ഇത്തരത്തിൽ കൺട്രോൾ റൂമുകൾ എത്രയും വേഗം സജ്ജീകരിക്കണമെന്നും ഇടുക്കി കളക്ടർ ആവശ്യപ്പെട്ടു. നമ്മൾ കൺട്രോൾ റൂം ഉണ്ട് 2 ഭാഗത്തും, 2 സൈഡിലും നമുക്ക് നോഡൽ ഓഫീസേഴ്സും ഉണ്ട്. എല്ലാ കാര്യത്തിലും അങ്ങനെ ഡിസ്കസ് ചെയ്ത്
ആർക്കും ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ ഉള്ള ദർശന സീസൺ ആയിരിക്കും ഈ സീസണിലും. അതുകൂടാതെ അവർക്കുള്ള പാർക്കിംഗ് സ്പേസസ്, വെള്ളം, ടോയ്ലറ്റ്സ്, അതിൻ്റെ സൗകര്യങ്ങളുമുണ്ട്. മെഡിക്കലിൻ്റെ 24 hours സേവനമുണ്ട്. കുമളി, സത്രം, പുല്ലുമേട് എന്നിവിടങ്ങളിൽ പോലീസിന്റെ സേവനങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ ശബരിമല സീസണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോലീസിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടൊരു ബന്ദോബസ്ത് പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യത്തെ ഫേസുകളിൽ തന്നെ ഏകദേശം 415ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ നിയമിക്കുന്നത്. വണ്ടിപ്പെരിയാർ, സത്രം, കുമളി, പീരുമേട്, പെരുവന്താനം ലിമിറ്റുകളിൽ ആവശ്യമായ ബന്ദോബസ്ത് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമായ ട്രാഫിക് ക്രമീകരണങ്ങൾ തേനി പോലീസുമായിട്ട് സഹകരിച്ചിട്ട് തന്നെ തിരക്ക് കൂടുന്ന അവസരങ്ങളിൽ ആവശ്യമായ ട്രാഫിക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതാണ്. ഡൈവേർഷനും മറ്റുമൊക്കെ ആവശ്യമനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നടപ്പിൽ വരുത്തുന്നതാണ്. പരമ്പരാഗത കാനനപാതകളിൽ വനം വകുപ്പും ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു. ഈ തവണ 6 മണി മുതൽ കാനനപാതകൾ വഴി ഭക്തരെ പ്രവേശിപ്പിച്ചു തുടങ്ങും. അതുപോലെ നമ്മുടെ കാനനപാതയുടെ അവിടെ ലഭിക്കുന്ന സേവനങ്ങൾ, അവരുടെ താവളങ്ങൾ, അവയുടെ സമയക്രമങ്ങൾ, അങ്ങനെ എല്ലാ വിഷയങ്ങളും IN ആപ്പ് മുഖേന നമുക്ക് കൃത്യമായിട്ടും ഭക്തർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ പ്രധാനപ്പെട്ട 3 കാനനപാതകളുടെ അതിൻ്റെ പൂർണ്ണമായിട്ടും തെളിയിച്ച് അത് ഇപ്പോൾ പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. കൂടാതെ മോട്ടോർ വാഹന വകുപ്പിന്റെയും എക്സൈസ് വകുപ്പിന്റെയും സ്ക്വാഡുകളുടെ പരിശോധന കർശനമാക്കും. ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ 3 സ്ഥലങ്ങളിൽ അത്യാഹിത വിഭാഗവും വണ്ടിപ്പെരിയാർ, കുമളി എന്നിവിടങ്ങളിൽ OP വിഭാഗത്തിന്റെ സേവനവും ഒരുക്കും. ജനം, ഇടുക്കി. ശബരിമല തീർത്ഥാടനം അടുക്കെ എരുമേലിയിൽ വൻ പ്രതിസന്ധി. തയ്യാറെടുപ്പുകൾ പാളിയതിനെ തുടർന്ന് 250ഓളം ശൗചാലയങ്ങളുടെ ലേലം പോയില്ല. തീർത്ഥാടകരെ കാത്തിരിക്കുന്നത് വൻ ദുരിതമാണ്. വില ഏകീകരണം കർശനമാക്കുന്നതിനാൽ ലേലമെടുക്കാതെ കരാറുകാർ. മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇനി ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. നാളെ മുതൽ അയ്യപ്പന്മാർ ഇടത്താവളമായ എരുമേലിയിലേക്ക് എത്തിത്തുടങ്ങും. പക്ഷേ അയ്യപ്പന്മാരെ കാത്തിരിക്കുന്നത് വൻ ദുരിതമാണ്. തയ്യാറെടുപ്പുകൾ പാടെ പാളി. ഏറ്റവും അടിസ്ഥാനമായ എരുമേലിയിലെ ശൗചാലയങ്ങൾ ഒരുങ്ങിയിട്ടില്ല. എരുമേലിയിൽ 250ഓളം ശൗചാലയങ്ങളുടെ ലേലം പോയില്ല. 3 തവണ ഓൺലൈനിലൂടെയും 2 തവണ നേരിട്ടുമാണ് ലേലം നടന്നത്. ഈ 5 തവണയും ലേലമെടുക്കാൻ കരാറുകാർ തയ്യാറായിട്ടില്ല. വില ഏകീകരണം കർശനമായി നടപ്പാക്കാൻ തീരുമാനിച്ചതാണ് കാരണം. എരുമേലിയിൽ ശൗചാലയങ്ങളിൽ തോന്നുംപടിയായിരുന്നു വില. ഇക്കാലം അത്രയും അയ്യപ്പന്മാരെ കൊള്ളയടിക്കുകയായിരുന്നു. ഇത്തവണ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവും നിലപാടും ശക്തമാക്കുകയും കൊള്ളയടിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചതോടും കൂടി പിടിച്ചുപറി നടക്കില്ലെന്നുറപ്പായി. മാത്രമല്ല, ലേലം പരമാവധി വൈകിപ്പിച്ച് അധികൃതരിൽ സമ്മർദ്ദം ചെലുത്താനുമാണ് കരാറുകാരുടെ നീക്കം. നാളെയാണ് അടുത്ത ലേലം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോഴും ലേലം പോയിട്ടില്ലെങ്കിൽ സർക്കാരോ ദേവസ്വം ബോർഡോ ശൗചാലയങ്ങൾ നേരിട്ട് നടത്തേണ്ടി വരും. കരാറെടുക്കുന്നവരാണ് പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം ഒരുക്കേണ്ടത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതെല്ലാം നടപ്പാക്കേണ്ടിയും വരും. ഇത് എരുമേലിയെ ദുരിതമയമാക്കുമെന്ന് ഉറപ്പ്. കാലാകാലങ്ങളായി അയ്യപ്പന്മാരെ കൊള്ളയടിക്കാൻ കുടപിടിച്ച അധികൃതർ തന്നെയാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. ചുരുക്കത്തിൽ മല കയറും മുമ്പേ ഇത്തവണ അയ്യപ്പന്മാർ ദുരിതക്കയം കൂടി താണ്ടണം. മിഥുനയ്യപ്പൻ, ജനം, എരുമേലി. മണ്ഡലകാലം ആരംഭിക്കാനിരിക്കെ കൊല്ലം പുനലൂരിലെ ഇടത്താവളമായ മിനി പമ്പയിലെ അനധികൃത കയ്യേറ്റത്തിനെതിരെ BJPയുടെ പ്രതിഷേധം. നാഷണൽ ഹൈവേ പാർക്കിംഗ് ഏരിയകൾ കച്ചവടക്കാർ കയ്യേറിയിട്ടും സംസ്ഥാന സർക്കാർ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് BJP പ്രവർത്തകർ പാത ഉപരോധിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള കൊല്ലം കോട്ടവാസൽ പാതയുടെ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. മണ്ഡലകാലത്ത് പുനലൂർ TV ജംഗ്ഷനിലെ ഇടത്താവളമായ മിനി പമ്പയിലാണ് നാഷണൽ ഹൈവേയുടെ പാർക്കിംഗ് ഏരിയകൾ കച്ചവടക്കാർ കയ്യേറി കടകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പാർക്കിംഗ് ഏരിയകൾ പുനഃസ്ഥാപിക്കാനോ അനധികൃത കച്ചവടക്കാരെ ഒഴിപ്പിക്കാനോ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നാഷണൽ ഹൈവേയുടെ മേൽനോട്ട ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. വിഷയത്തിൽ പരാതി നൽകാൻ BJP നേതാക്കൾ മേൽനോട്ട ചുമതലയുള്ള ഓഫീസിലെത്തിയിട്ടും ഉദ്യോഗസ്ഥർ പരാതി സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് BJP മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഓഫീസിലെ പ്രതിഷേധത്തിന് പിന്നാലെ പ്രവർത്തകർ ഹൈവേ ഉപരോധിക്കുകയായിരുന്നു. പാർക്കിംഗ് ഏരിയ കയ്യേറി കടകൾ നിർമ്മിച്ചതിൽ മണ്ഡലകാലം തുടങ്ങിക്കഴിഞ്ഞാൽ മണിക്കൂറുകളോളം നീളുന്ന ബ്ലോക്കാണ് ടൗണിൽ അനുഭവപ്പെടുന്നത്. പുനലൂർ നഗരസഭാ സെക്രട്ടറിയുടെയും നഗരസഭാ ഭരണസമിതിയുടെയും അനുമതിയോടെയാണ് ഇത്തരക്കാർ നാഷണൽ ഹൈവേ കയ്യേറുന്നതെന്ന് BJP മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടത്ത് പറഞ്ഞു. ഈ പുനലൂരിലെ ട്രാഫിക് പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണേണ്ട ഈ മുനിസിപ്പാലിറ്റിയും അതോടൊപ്പം തന്നെ NHന്റെ അധികാരികളും ഓടകൾ മണ്ണിട്ട് അത് നികത്തിക്കൊണ്ട് അതിൽ മേൽ കടകൾ സ്ഥാപിക്കാനുള്ള മൗനാനുവാദം കൊടുത്തിരിക്കുന്നു. അരമണിക്കൂറോളം നാഷണൽ ഹൈവേ കൊല്ലം കോട്ടവാസൽ പാത ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി.
അനധികൃത കയ്യേറ്റം ഒഴിപ്പിച്ചില്ലെങ്കിൽ വിവിധ സമര പരിപാടികളുമായി BJP മുന്നോട്ടു പോകുമെന്ന് BJP നേതൃത്വം അറിയിച്ചു. BJP ഏരിയ പ്രസിഡന്റുമാരായ അനീഷ് അഷ്ടമംഗലം, വത്സല ദിനേശൻ, യുവമോർച്ച പുനലൂർ മണ്ഡലം പ്രസിഡന്റ് സുബീഷ് സുരേന്ദ്രൻ, കർഷക മോർച്ച കൊല്ലം ജില്ലാ സെക്രട്ടറി ഇടമൺ റിജി, BJP പുനലൂർ മണ്ഡലം സെക്രട്ടറി പ്രിൻ പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനം, കൊല്ലം. കൽപ്പാത്തിയിൽ രഥപ്രയാണത്തിന് തുടക്കമായി. വിശ്വനാഥ സ്വാമിയുടെയും വിശാലാക്ഷി അമ്മാളിന്റെയും തിരുക്കല്യാണത്തോടെയാണ് രഥോത്സവത്തിന് തുടക്കമായത്. ശേഷം അഗ്രഹാര വീഥികളിൽ രഥപ്രയാണം നടക്കുകയാണ്. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികൾ പൂർണ്ണമായും ഭക്തിസാന്ദ്രമായി മാറിയിരിക്കുകയാണ്. രഥോത്സവത്തിന്റെ ആദ്യ ദിനം തന്നെ വലിയ തിരക്കാണ് കൽപ്പാത്തിയിൽ കാണാൻ സാധിക്കുന്നത്. എല്ലാവരും കൈലാസനാഥനെ സ്തുതിച്ചുകൊണ്ട്, വിനായകനെ സ്തുതിച്ചുകൊണ്ട്, സുബ്രഹ്മണ്യ സ്വാമിയെ സ്തുതിച്ചുകൊണ്ട് രഥോത്സവത്തിന്റെ ആ ആഘോഷത്തിന്റെ ആദ്യ ദിനം വളരെ മനോഹരമാക്കി മാറ്റുകയാണ്. രഥപ്രയാണം ആരംഭിച്ചിരിക്കുന്നു. ദേവീദേവന്മാരുടെ ആ രഥത്തിലേറിയുള്ള പ്രയാണം ആരംഭിച്ചിരിക്കുന്നു. ആദ്യം രഥത്തിലേറിയത് ഗണപതിയാണ്. ഗണപതിക്ക് പിന്നാലെ വള്ളി ദൈവാനി സമേതനായ സുബ്രഹ്മണ്യ സ്വാമി രഥത്തിലേറി. മൂന്നാമതായിട്ട് രഥത്തിലേറിയത് ശിവപാർവതിയാണ്. അതായത് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയാണ് മൂന്നാമതായിട്ട് രഥത്തിലേറിയത്. മൂന്നാമതായിട്ട് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി കൂടെ രഥത്തിലേറിയതോടുകൂടെ തന്നെ രഥപ്രയാണം ആരംഭിച്ചു. ആദ്യം പ്രയാണം ആരംഭിച്ചത് ഗണപതിയുടെ രഥമാണ്. അതിന് തൊട്ട് പിന്നിലാണ് വള്ളി ദേവാനി സമേതനായ സുബ്രഹ്മണ്യ സ്വാമിയുടെ രഥം പ്രയാണം ആരംഭിച്ചത്. ഏറ്റവും പുറകിലായിട്ട് മൂന്നാമതായിട്ടാണ് ശിവന്റെയും ശിവപാർവതി രഥം പ്രയാണം ആരംഭിച്ചത്. ഏതായാലും ഈ മൂന്ന് രഥങ്ങളും അഗ്രഹാര വീഥികളിലൂടെ ഇങ്ങനെ പ്രയാണം നടത്തുമ്പോൾ ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്നുള്ളത് ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഈ രഥോത്സവം നടക്കുമ്പോൾ വലിയ ആവേശകരമായി രഥോത്സവം പുരോഗമിക്കുന്നു. സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, NDA സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാർ ഉൾപ്പെടെ, അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രൻ, മുതിർന്ന BJP നേതാവായ കുമ്മനം രാജശേഖരൻ തുടങ്ങിയ ആളുകളെയൊക്കെ നമുക്ക് ഈ രഥോത്സവത്തിന് കാണാൻ കഴിയുന്നുണ്ട്. അവരെയൊക്കെ രഥം വലിക്കുന്നതിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അവരൊക്കെ വലിയ ആവേശത്തോടെ രഥോത്സവത്തിന് ഇങ്ങനെ രഥപ്രയാണത്തിന് അവർ രഥം വലിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഏതായാലും ആ രഥോത്സവത്തിൻ്റെ രഥപ്രയാണം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ അത് വലിയ ആവേശം തന്നെയാണ് ഓരോ ആളുകളിലും സൃഷ്ടിക്കുന്നത്. വളരെ ഭക്തിസാന്ദ്രമായ മുഹൂർത്തത്തിലൂടെയാണ് കൽപ്പാത്തി അഗ്രഹാരം കടന്നു പോകുന്നത്. മുതിർന്ന BJP നേതാക്കൾ ഉൾപ്പെടെ സജീവമായി തന്നെ വലിക്കുന്നു. ആവേശത്തോടുകൂടെ തന്നെ രഥപ്രയാണം നടത്തുന്നു എന്നുള്ളതാണ്. ഏതായാലും കൽപ്പാത്തിയിലെ ഈ ആദ്യ ദിവസം തന്നെ, രഥോത്സവത്തിൻ്റെ ആദ്യ ദിവസം തന്നെ വലിയ തിരക്ക്, മുൻ വർഷങ്ങളിലൊന്നും കാണാത്ത തരത്തിലുള്ള വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളതാണ്. കാഴ്ചക്കുലകളും മറ്റുമൊക്കെ വെച്ച് അലങ്കരിച്ച ആ ഭഗവാന്മാരുടെ, ദേവീദേവന്മാരുടെ രഥങ്ങൾ ഇങ്ങനെ അഗ്രഹാര വീതിയിലൂടെ പ്രയാണം തുടങ്ങിയിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ പൂർണ്ണമായും ഭക്തിസാന്ദ്രമാണ് കൽപ്പാത്തിക്ക്. ഇനിയുള്ള 3 ദിവസങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 15-ാം തീയതിയാണ്. 15-ാം തീയതി കൽപ്പാത്തിയിൽ ദേവരഥ സംഗമം നടക്കും. അതായത് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ 3 രഥങ്ങളും, അതുപോലെ മന്തക്കര മഹാഗണപതിയുടെ രഥവും, ചാത്തപ്പുരം പ്രസന്ന മഹാഗണപതിയുടെ രഥവും, ലക്ഷ്മീനാരായണ പെരുമാൾ സ്വാമിയുടെ രഥവും, അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലെയും രഥങ്ങൾ ഒരുമിച്ച് 15-ാം തീയതി വൈകിട്ട് 6 മണിക്ക് തേരുമുട്ടി എന്നുള്ള കുണ്ടമ്പലത്തിന് സമീപത്ത് ഒരുമിച്ച് സംഗമിക്കും. ആ ദേവരഥ സംഗമം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. എല്ലാ ദേവതമാരെയും ഒരുമിച്ച് കാണാൻ കഴിയുമെന്നുള്ളതാണ് അന്നത്തെ പ്രത്യേകത. മാത്രമല്ല, ഈ രഥോത്സവം എന്നുള്ളത് എന്തുകൊണ്ടാണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, തമിഴ്നാട്ടിലെ മയിലാടുംതുരയിലെ മയൂരനാഥ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള അതേ ചടങ്ങുകളാണ് കൽപ്പാത്തിയിലെ ഈ രഥോത്സവത്തിനും ഇവിടെയും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, നമുക്കറിയാം ഒരു വർഷത്തിലെ 364 ദിവസവും നമ്മൾ ഭഗവാനെ കാണുന്നതിന് വേണ്ടി ക്ഷേത്രത്തിലാണ് പോവാറെങ്കിൽ രഥോത്സവം ദിവസം ദേവീദേവന്മാർ അഗ്രഹാരത്തെ ഓരോ വീടുകളുടെയും മുൻവശത്തേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആ ഒരു പ്രത്യേകത. ആ ഓരോ ദേവീദേവന്മാരൊക്കെ ഭഗവാന്മാരൊക്കെ തന്നെ ക്ഷേത്രത്തിൽ
നിന്നും ഓരോ ആളുകളുടെയും വീട്ടുമുറ്റത്തേക്ക് എത്തുന്ന ആ ഒരു പ്രത്യേക ദിനം, ആ ദിനം തന്നെയാണ് കൽപ്പാത്തി രഥോത്സവം. ആ രഥോത്സവ ദിനം വളരെ ആവേശത്തോടെ പുരോഗമിക്കുകയാണ്. രഥോത്സവത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥി പാലക്കാട് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ രഥോത്സവത്തിൽ വളരെ സജീവമായി തന്നെ പങ്കെടുക്കുന്നവരൊക്കെ ഭഗവാനെ സ്തുതിച്ച് ഇപ്പോൾ രഥോത്സവത്തിൽ ആ രഥത്തിനെ തൊഴുകയായി പ്രാർത്ഥിക്കുന്ന കാഴ്ചകൾ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടെ തന്നെയാണ് രഥപ്രയാണം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്തരീക്ഷത്തിലാകെ ഭഗവാൻ സ്തുതികൾ അങ്ങനെ അലയടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കൽപ്പാത്തിയിൽ ഇനിയുള്ള ദിവസങ്ങൾ ആഘോഷത്തിൻ്റെ ദിവസമാണ്, ആവേശത്തിൻ്റെ ദിവസമാണ്. ഭക്തിസാന്ദ്രമാണ് കൽപ്പാത്തി. ഇതോടെ ജനം ഉച്ചവാർത്ത സമാപിക്കുകയാണ്. നമസ്തേ.